ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. ഇവിടെ വളരെ എൻഗേജ്ഡ് ആയിട്ട് നമ്മളൊരു കാറ് വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള പല ഓട്ടോമൊബൈൽ വ്ളോഗേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസ് കാണും. അതിനുശേഷം പല കാറുകളും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഇതേ കാറുകൾ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കും. ദെൻ നമ്മൾ ആ വണ്ടിയുടെ ഷോറൂംസിൽ എൻക്വയറി നടത്തും, ടെസ്റ്റ് ഡ്രൈവ് നടത്തും. ചിലപ്പോൾ വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി കാണും. സോ നമ്മൾ അതിനുശേഷം അവിടെ നമ്മളെ വണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആ വണ്ടി ഫിസിക്കലി ആ ഷോറൂമിൽ കണ്ടു കഴിഞ്ഞാലും അവിടുത്തെ സെയിൽസിലെ ആൾ ഒരു കാര്യം ചെയ്യും, നമ്മളെ പിടിച്ചിരുത്തും. ഒരു ടേബിളിൽ ഒരു ചെയറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു സോഫ സെറ്റിലേക്ക് നമ്മൾ ഇരുത്തിയിട്ട് ഈ വണ്ടിയുടെ ഒരു ബ്രോഷർ കൊണ്ടുതരും. കൂടെ ഒരു കാപ്പിയോ ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ആ വണ്ടി ആക്ച്വലി കണ്ടു, നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, നമ്മൾ കുറെ ഒപ്പീനിയൻ ഇറങ്ങി. എന്നാലും ഈ ബ്രോഷർ ഇവർ കൊണ്ട് കാണിക്കും. ആ ബ്രോഷറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വണ്ടിയുടെ കുറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, അത് മാറ്റി വെക്കാം. ബാക്കി കുറെ കാര്യങ്ങൾ, ഈ വണ്ടി ഈ സെഗ്മെന്റിൽ എങ്ങനെ യുണീക്ക് ആവുന്നു, ഈ വണ്ടി എങ്ങനെ മികച്ചൊരു വണ്ടിയാവുന്നു ഈ സെഗ്മെന്റിൽ, എന്തുകൊണ്ട് നിങ്ങൾ വണ്ടി മേടിക്കണം എന്നുള്ള പോയിന്റ്സ് മെൻഷൻ ചെയ്തെഴുതിയിട്ടുള്ള ഒരു ബ്രോഷറാണ് അത്. സോ ഒരിക്കലും ഒരു ബ്രോഷറിൽ ഈ വണ്ടിക്ക് 4 വീലുണ്ട്, ഇതിന് 4 സൈഡിൽ ഗ്ലാസ് ഉണ്ട്, 4 ഡോറുണ്ട്, പുറകെ ഡിക്കി ഉണ്ട്, ആക്സിലേറ്റർ ചവിട്ടിയ വണ്ടി നീങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും എഴുതില്ലല്ലോ. ഇതിൽ എഴുതുന്നത് എന്താ? ഫോർ എക്സാമ്പിൾ, ഈ സെഗ്മെന്റിൽ ഏറ്റവും വലിയ സൺറൂഫ് ഈ വണ്ടിക്കാണ്, അല്ലെങ്കിൽ 6 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, കോർണർ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെഗ്മെന്റിൽ ഇതെങ്ങനെ യുണീക്ക് ആകുന്നു എന്നുള്ളതാണ് ഈ ബ്രോഷറിൽ ഉണ്ടാവുക. സോ നമ്മളെ പോസിറ്റീവ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ വണ്ടി എടുക്കാൻ നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ ബ്രോഷേഴ്സ് തയ്യാറാക്കുന്നത്. എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്നല്ലേ, ഇത് ഒരു മാർക്കറ്റിംഗ് ടൂളാണ്, ശരിയല്ലേ? ഈ ഒരു കാർ വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഈ ബ്രോഷർ. അതുപോലെ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യാനും സെല്ല് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് നമ്മളുടെ റെസ്യൂമെ, വിച്ച് മീൻസ് നമ്മളുടെ ബ്രോഷറാണ് നമ്മുടെ റെസ്യൂമെ. സോ ഒരിക്കലും ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്യുന്ന കുറെ കോണ്ടന്റോ ഫ്രണ്ട്സിന്റെ റെസ്യൂമെ കോപ്പി ചെയ്യുന്നത് അനുസരിച്ചോ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് റെസ്യൂമെ തയ്യാറാക്കരുത്. നമ്മൾക്ക് വേണ്ടി, നമ്മളെ സെല്ല് ചെയ്യാൻ വേണ്ടി, നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വളരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം റെസ്യൂമെയിൽ ഉണ്ടാവേണ്ടത്. സോ പ്രൊഫഷണൽ റെസ്യൂമെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ആ മൈൻഡ് സെറ്റിൽ വേണം വർക്ക് ചെയ്യാൻ. ബയോഡേറ്റ വേണ്ടത് നമുക്കല്ല, നമുക്ക് വേണ്ടത് റെസ്യൂമെയാണ്.